ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ രാജകീയ പ്രവേശനത്തോടൊപ്പം തന്നെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 27 വരെയുള്ള വാക്യങ്ങൾ ഒരു രാജാവിന് നേരിടേണ്ടി വരുന്ന പ്രശ്നമാണ്. 23-ാം അധ്യായം. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആരെന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോട് ഒരു വാക്കു ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും. യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകനെന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാനിത് എന്തധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല. കർത്താവ് ചെയ്ത ആ ബുദ്ധിയോടുള്ള പ്രവർത്തനം പോലെ തന്നെ 21-ാം അധ്യായത്തിന് 28 മുതൽ 90 ഭാഗങ്ങളെല്ലാം ഒരു രാജാവിൻ്റെ രാജകീയമായിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ദ റിബല്യൻ ഓഫ് ദി നേഷൻ. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 28-ാം വാക്യം. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ അടുക്കൽ ചെന്ന്, മകനെ, ഇന്നെൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ചു അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്നു. അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താൻ. ഈ 2 പേരിൽ ആറാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവനെന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗ്ഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങളവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് ആ റിബല്യസ് നേച്ചറുള്ളവരോട് പറയുകയാണ്. 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു ഉപമയായിട്ട് കർത്താവ് പറയുകയാണ്. ഒരു രാജ്യത്തിൻ്റെ മറ്റൊരു ഉപമ കേൾപ്പിൻ. 33-ാം അധ്യായം മുതൽ. ഗൃഹസ്ഥനായൊരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൻ്റെ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ചു. അവൻ ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? അവൻ അല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു. തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്നവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അതാരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നുവെന്നറിഞ്ഞു അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരും അവനെ പ്രവാചകനെന്ന് എണ്ണുകൊണ്ട് അവരെ ഭയപ്പെട്ടു. കർത്താവായ യേശു കർത്താവിൻ്റെ
പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും കർത്താവ് തൻ്റെ അടുത്തോടെ ധൈര്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവരെ കർത്താവിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവസാന്നിധ്യത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ ഒരു മാസക്കാലം നീ ഞങ്ങളെ ഈ ദൈവവചനത്തിലൂടെ വഴി നടത്തിയ വലിയ കൃപകൾക്കായി സ്തോത്രം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഈ 21 അധ്യായങ്ങൾ ഞങ്ങൾ പിന്നിടുമ്പോൾ കർത്താവ് ഏറിയ കൃപ കൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ട് പുതിയ ശക്തിയും പുതിയ കൃപയും കൊണ്ട് എല്ലാം നിൻ്റെ മക്കളെ നിറച്ചാട്ട്. നിൻ്റെ മക്കൾക്ക് മേൽ ദൈവശക്തിയും ദൈവ സാന്നിധ്യം ഉണ്ടായി അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് അത്ഭുത മറുപടി കൊടുത്താട്ട്. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.